Good morning, church. Welcome all of you to another Sunday service. നമ്മുടെ ഞായറാഴ്ചത്തെ ആരാധനയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. When we look around, things are not so happy. Things are sorrowful. Grief is happening around. But you know what the Bible says? Bible says in Nehemiah chapter 8 verse 10 that the joy of the Lord is our strength. I believe you're watching maybe in your TV, in your laptop, or in your phone. If somebody is sitting next to you, I want you to look at them and say, the joy of the Lord is your strength. And I want you to tell that with a smile on your face. Amen. Because we're going to praise and worship the Lord together. And today is the day that the Lord has made. And I want you all to praise Him with your all might, joy, and a happy face. So let's sing together and worship the Lord Jesus this morning. Come on, everybody. Let's praise Him. Jesus is alive. Empty cross, the empty grave, life eternal, you have won the day. Sing it out, Jesus is alive. He's alive. Say, oh, happy day, happy day. You wash my joy and perfect peace. Earthly pain finally will cease. Celebrate, Jesus is alive. He's alive. Oh, happy day, happy day. You wash my sin away. Oh, happy day, happy day. What a glorious way that you have saved me. And oh, what a glorious day, what a glorious name. Yeah, hey, Anand hai, Anand hai.
സന്തോഷിപ്പിൻ വീണ്ടും സന്തോഷിപ്പിൻ സ്വർഗ സന്തോഷത്താൽ നിറവിൽ സർവസമ്പൂർണനാം നാഥൻ ചെയ്തതാം നന്മകൾ ധ്യാനിച്ചു സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ വീണ്ടും സന്തോഷിപ്പിൻ സ്വർഗ സന്തോഷത്താൽ നിറവിൽ സർവസമ്പൂർണനാം നാഥൻ ചെയ്തതാം നന്മകൾ ധ്യാനിച്ചു സന്തോഷിപ്പിൻ രക്ഷകനാം പ്രിയന്റെ പാലകനേശുവിന്റെ രക്ഷകനാം പ്രിയന്റെ പാലകനേശുവിന്റെ നാമമുയർത്തുക നാൾതോറും ആമോദമായി സന്തോഷിപ്പിൻ വീണ്ടും സന്തോഷിപ്പിൻ സ്വർഗ സന്തോഷത്താൽ നിറവിൻ സർവസമ്പൂർണനാം നാഥൻ ചെയ്തതാം നന്മകൾ ധ്യാനിച്ചു സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ വീണ്ടും സന്തോഷിപ്പിൻ സ്വർഗ സന്തോഷത്താൽ നിറവിൽ സർവസമ്പൂർണനാം നാഥൻ ചെയ്തതാം നന്മകൾ ധ്യാനിച്ചു സന്തോഷിപ്പിൻ പാപത്തിൽ നിന്നു നമ്മെ കോരിയെടുത്തു പരൻ പാപത്തിൽ നിന്നു നമ്മെ കോരിയെടുത്തു പരൻ ശാശ്വതമാം പാതയിൽ പാദം നിർത്തിയതാ സന്തോഷിപ്പിൻ വീണ്ടും സന്തോഷിപ്പിൻ സ്വർഗ സന്തോഷത്താൽ നിറവിൻ സർവസമ്പൂർണനാം നാഥൻ ചെയ്തതാം നന്മകൾ ധ്യാനിച്ചു സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ വീണ്ടും സന്തോഷിപ്പിൻ സ്വർഗ സന്തോഷത്താൽ നിറവിൻ സർവസമ്പൂർണനാം നാഥൻ ചെയ്തതാം നന്മകൾ ധ്യാനിച്ചു സന്തോഷിപ്പിൻ ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ പങ്കുള്ളോരാകും തോറും ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ പങ്കുള്ളോരാകും തോറും സന്തോഷിക്കാം പ്രിയനേ ആത്മീയ ഗീതങ്ങളാൽ സന്തോഷിപ്പിൻ വീണ്ടും സന്തോഷിപ്പിൻ സ്വർഗ സന്തോഷത്താൽ നിറവിൻ സർവസമ്പൂർണനാം നാഥൻ ചെയ്തതാം നന്മകൾ ധ്യാനിച്ചു സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ വീണ്ടും സന്തോഷിപ്പിൻ സ്വർഗ സന്തോഷത്താൽ നിറവിൻ സർവസമ്പൂർണനാം നാഥൻ ചെയ്തതാം നന്മകൾ ധ്യാനിച്ചു സന്തോഷിപ്പിൻ രോഗങ്ങൾ വന്നിടിലും ഭാരങ്ങളേറിയിടിലും രോഗങ്ങൾ വന്നിടിലും ഭാരങ്ങളേറിയിടിലും സൗഖ്യം പകർന്നു പരൻ സന്തോഷം തന്നതിനാ സന്തോഷിപ്പിൻ വീണ്ടും സന്തോഷിപ്പിൻ സ്വർഗ സന്തോഷത്താൽ നിറവിൻ സർവസമ്പൂർണനാം നാഥൻ ചെയ്തതാം നന്മകൾ ധ്യാനിച്ചു സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ വീണ്ടും സന്തോഷിപ്പിൻ സ്വർഗ സന്തോഷത്താൽ നിറവിൻ സർവസമ്പൂർണനാം നാഥൻ ചെയ്തതാം നന്മകൾ ധ്യാനിച്ചു സന്തോഷിപ്പിൻ വീണ്ടെടുപ്പിൻ വില തന്ന ദൈവം തന്നെ അവൻ യാഗമായി
സൈന്യങ്ങളുടെ യഹോവയാം ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ യഹോവ റാഫയാം ദൈവം, ഞങ്ങളുടെ യഹോവയാം ദൈവം നീ തന്നെയപ്പാ. ഞങ്ങളത് കർത്താവേ വിളിച്ചു പറയുന്നു. Thank you Jesus the Lord. And to give you all glory appa. Thank you appa. Thank you Jesus. ബലവീനത്തിൽ ബലം നീരേ, തേടും പൊക്കിഷം നീരേ, എനക്കെല്ലാം നീരേ. ഉമയല്ലാൽ എനക്കാരുണ്ട്, ഉമയെ என்றும் பற்றிடுவே, எனக்கெல்லாம் நீரே. இயேசுவே என் இரட்சகரே, பாத்திரர் நீரே. இயேசுவே என் இரட்சகரே, பாத்திரர் நீரே. And taking my sin, my cross, my shame, rising again, I'll bless your name. You are my all in all. When I fall down, you pick me up. When I am dry, you fill my cup. You are my all in all. Jesus, you're the Lamb of God. Worthy is your name. Jesus, you're the Lamb of God. Worthy is your name. Jesus, you're the Lamb of God. Worthy is your name. Jesus, you're the Lamb of God. Worthy is your name. Jesus, you're the Lamb of God. Worthy is your name. Jesus, you're the Lamb of God. Worthy is your name. Worthy is your name. Worthy is your name. Thank you, Lord. We bless you, Lord. We bless you. So worthy is your name. So holy is your name. We thank you for your name that is given unto us. In your name there is strength, Lord. We receive the strength in your name. In Jesus' name we receive and pray. Amen. Shalom Church. We're just going to take a look at the announcements. We have different meetings spread across the week. From Monday to Saturday, രാവിലെ 7 മണി തൊട്ട് 7:30 വരെ നമുക്ക് ഹാപ്പ് ആൻഡ് ബോൾ മോർണിംഗ് ഡിവോഷൻസ് ഉണ്ട്. For this month, the theme has been Shalom India, where we've been praying for different states of our nation, encouraging everyone to take part in it at 7 o'clock in the morning. Tuesday രാവിലെ 10:30 we have the ladies meeting on Zoom, and in the evenings we have King's Daughters for all the young daughters of our church. Wednesday വൈകുന്നേരം 8 മണി തൊട്ട് we have the study on Wednesday.
കഴിഞ്ഞ 4 ആഴ്ചയും we've been looking at the book of Thessalonians. Join us this week as it's the final session on the series Models, Morals and Mission. Friday mornings we have the fasting prayer taking place on Zoom at 10:30. Saturday morning we have the King's Daughters meeting at 10:30, and evenings for all the young adults of our church we have the Exodus Youth Church at 7. Sunday service in a session we have a small segment for the children. Junior church in a session takes place soon after the service, and for all the teenagers in our church we have the Teens Church happening on Zoom at 12 on Sundays. ഇത് കൂടാതെ cell groups are active and have been meeting up on Zoom, so get in touch if you want to be part of the cell group Zoom meeting in your area. Do make time and participate in all the weekly meetings, and if you want to know more, send a prayer request അല്ലെങ്കിൽ ഈ പറഞ്ഞ മീറ്റിംഗ്സിൻ്റെ ലിങ്ക് കിട്ടണമെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. Get in touch with us and message us on this number. The word says it's more blessed to give than to receive. So ഒരു പാട്ട് പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് let's give our tithes and offerings. You can sow into the kingdom by giving online. The details for the same are shown on the screen, and let's worship our God together. You hear me when I call. You are my morning song. Though darkness fills the night, it cannot hide the light. And whom shall I fear? You crush the enemy underneath my feet. You are my sword and shield, though troubles linger still. And whom shall I fear? And whom shall I fear? I know who goes before me, I know who stands behind. The God of angel armies is always by my side. The one who reigns forever, he is a friend of mine. The God of angel armies is always by my side. My strength is in your name, for
behind. The God of angel armies is always by my side. The one who reigns forever, he is a friend of mine. The God of angel armies is always by my side. I know who goes before me, I know who stands behind. The God of angel armies is always by my side. The one who reigns forever, he is a friend of mine. The God of angel armies is always by my side. Nothing formed against me shall stand. You hold the whole world in your hand. I'm holding on to your promises. You are faithful. You are faithful. And nothing formed against me shall stand. You hold my whole world in your hands. And I'm holding on to your promises. You are faithful. You are faithful. You are faithful. I know who goes before me, I know who stands behind. The God of angel armies is always by my side. The one who reigns forever, he is a friend of mine. The God of angel armies is always by my side. Thank you, Lord. Hallelujah. Hallelujah. Bless the Lord, O my soul, and all that is within me, bless his holy name. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. Bless the Lord, O my soul, and forget not all his benefits. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. Amen. ആമേൻ. He forgives all our iniquities, അവൻ നമ്മുടെ സകല അകൃത്യങ്ങളെയും മോചിക്കുന്നു, heals all our diseases, നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. redeems our life from destruction, അവൻ നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. crowns us with loving kindness and tender mercies, അവൻ ദയയും കരുണയും നമ്മെ അണിയിക്കുന്നു. satisfies our mouth with good things, അവൻ നമ്മുടെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി so that വരുത്തുന്നു. our youth is renewed like of the eagles. നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരുവാനിടയാകും. Amen. Amen. Hallelujah. Hallelujah. The Lord is merciful and gracious, കർത്താവ് കരുണയും കൃപയുമുള്ളവനാണ്. slow to anger and abounding in mercy. ദീർഘക്ഷമയും മഹാദയമുള്ളവൻ തന്നെ. Amen. Amen. He has not dealt with us according to our sins, അവൻ നമ്മുടെ പാപത്തിനൊത്തോണം നമ്മളോട് പകരം ചെയ്തിട്ടില്ല, nor punished us according to our iniquities. നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തോണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. Hallelujah. Hallelujah. For as heavens are high above the earth, so great is his mercy toward those who fear him. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. As far as the east is from the west, so far has he removed our transgressions from us. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. What a great and mighty God we serve. എത്ര ശ്രേഷ്ഠനും നല്ലവനുമായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. Forgave all our iniquities, നമ്മുടെ എല്ലാ അകൃത്യങ്ങളെയും അവൻ നമ്മോട് ക്ഷമിച്ച കർത്താവ്. healed all our diseases, നമ്മുടെ എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കി. he redeemed us, അവൻ നമ്മളെ വീണ്ടെടുത്തു. he crowns us with his loving kindness and tender mercy, അവന്റെ ദയയും കരുണയും കൊണ്ട് അവൻ നമ്മളെ അണിയിച്ചിരിക്കുകയാണ്. removed our transgressions as far as east is from the west. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ കിഴക്ക് പടിഞ്ഞാറോട് അകന്നിരിക്കുന്നത് പോലെ എല്ലാ കുറവുകളെയും അവൻ മാറ്റിയിരിക്കുകയാണ്. Hallelujah. Hallelujah. Shall we lift up our hands and praise him? Hallelujah. നമ്മുടെ കരങ്ങൾ ഉയർത്തിയ കർത്താവിനെ ഒന്ന് നമുക്ക് സ്തുതിക്കാമോ? Amen. ആമേൻ. Last few weeks I was sharing with you about messages on how to live in the light of eternity. ഞാൻ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കുകയായിരുന്നു നിത്യതയുടെ വെളിച്ചത്തിൽ എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ച്, and how to prepare yourselves to meet our God.
നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ നാം എങ്ങനെ ഒരുങ്ങണമെന്ന് നാം ശ്രദ്ധിച്ചു. Also about keeping faith in the end times. അതോടൊപ്പം തന്നെ അന്ത്യ നാളുകളിൽ എങ്ങനെ വിശ്വാസത്തെ സൂക്ഷിക്കണമെന്നും നമ്മൾ കേൾക്കുവാനിടയായി. And this morning I want to share with you about some keys about eternal life. ഇന്ന് ഈ പകൽക്കാലം ആ നിത്യതയെക്കുറിച്ചുള്ള ചില താക്കോലുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Jesus said in Mark chapter 8 verse 36 and 37, what do you benefit if you gain the whole world but lose your own soul? മർക്കോസിന്റെ സുവിശേഷം 8:36 യേശു ഇങ്ങനെ പറയുവാനിടയായി, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? Is anything worth more than your soul? അല്ല, തന്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും? This question actually Jesus asked is to make a point than to get an answer. ഈ കാര്യം യേശു ചോദിച്ചത് ഇതൊരു ഉത്തരം ലഭിക്കുവാൻ വേണ്ടിയല്ല, പിന്നെയോ യേശു ഒരു സത്യത്തെ പറഞ്ഞ് അവർക്ക് കൊടുക്കുവാൻ വേണ്ടിയായിരുന്നു. The answer to this question is actually, it is like this: possessing the entire world has no value if you give up eternal life. യേശുവിൻ്റെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, ഈ ലോകത്തിലെ സകലവും നേടിയാലും അത് നിത്യതയ്ക്ക് പകരമാകില്ല എന്നുള്ളതായിരുന്നു. ആമേൻ. My dear people of God, എൻ്റെ പ്രിയ ദൈവജനമേ, eternal life is the greatest gift anyone can receive. നിത്യജീവനാണ് ആർക്കെങ്കിലും പ്രാപിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമോ ദാനമോ എന്ന് പറയുന്നത് നിത്യജീവനാണ്. Amen. It is worth more than all earthly worldly treasures. ഈ ലോകത്തിലെ അല്ലെങ്കിൽ ഭൂമിയിലെ ഏത് നിക്ഷേപത്തെക്കാട്ടിലും വിലയേറിയതാണ് ആ നിത്യജീവൻ. It is a unique gift from God. അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയുന്ന വളരെ വിശേഷതയുള്ള ഒരു സമ്മാനമാണ്. And it is based on the resurrection of Jesus from the death. അത് മരിച്ചവരിൽ നിന്നുള്ള യേശുവിന്റെ പുനരുദ്ധാനത്തെ ആസ്പദമാക്കിയാണ് ഈ നിത്യജീവൻ. It is unique because of a unique event. ഇതൊരു പ്രത്യേകത നിറഞ്ഞ കാര്യമാണെന്ന് പറയാൻ കാര്യം ഒരു പ്രത്യേകത നിറഞ്ഞ സംഭവത്തെ ആസ്പദമാക്കിയത് കൊണ്ടാണ്. The death of Jesus. അത് യേശുവിന്റെ മരണമാണ്. അത് And through his death he conquered death once for all. യേശുവിന്റെ മരണത്താൽ മരണത്തെ നിത്യമായി യേശുവിൻ അതിന്റെ ശക്തിയെ ഇല്ലാതെയാക്കി. And today he is alive. Hallelujah. ഇന്ന് യേശു ജീവിക്കുന്നു. Seated at the right hand side of the Lord. അതെ, ആ പിതാവിന്റെ വലത് ഭാഗത്ത് കർത്താവ് ഇരിക്കുകയാണ്. Far above every principalities and powers. എല്ലാ വാഴ്ചകളെക്കാട്ടിലും അധികാരങ്ങളെക്കാട്ടിലും മീതെ യേശു And ഇരിക്കുന്നു. in Christ we are seated with him. ക്രിസ്തുവിൽ നമ്മൾ ആ കർത്താവിനോടൊപ്പം ഇരിക്കുകയാണ്. What a privilege. Shall we clap our hands and give all glory to Jesus? Hallelujah. എത്ര വലിയൊരു പദവിയാണ്. നമ്മുടെ കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. Hallelujah. Hallelujah. Amen. Amen. Romans chapter 6 verse 23 says, for the wages of sin is death, but the gift of God is eternal life through Christ Jesus. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, എന്നാൽ ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. That's why only in Jesus is eternal life. അതുകൊണ്ടാണ് യേശു മാത്രമേ നിത്യജീവൻ നൽകുവാൻ കഴിയൂ. He is the author of it. അതെ, യേശുവാണ് അതിന്റെ ഉപജ്ഞാതാവ്. Amen. Amen. John 3:16 says, for God so loved the world that he gave his only begotten son, and whoever believes in him, they will not perish, they will have eternal life. യോഹന്നാൻ 3:16 ഇങ്ങനെ പറയുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. Amen. Amen. And same chapter verse 36 says like this. അതേ അധ്യായത്തിന്റെ 36-ാം വാക്യം ഇങ്ങനെ പറയുന്നു, And anyone who believes in God's son has eternal life. പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും അവന് നിത്യജീവനുണ്ട്. Anyone who doesn't obey the son will never experience eternal life but remains under God's angry judgment. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. Amen. ആമേൻ. John chapter 10 verse 27 and 28 says, യോഹന്നാൻ 10:27-28 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, Jesus said, my sheep listen to my voice and I know them. യേശു പറഞ്ഞു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും ചെയ്യുന്നു, And they follow me. അവരെന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. I will give them eternal life and they will never perish. ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവർ ഒരു നാൾ നശിച്ചു പോവുകയുമില്ല. He is the author of eternal life. അതെ, നിത്യജീവന്റെ സ്ഥാപകൻ കർത്താവാണ്. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Same John chapter 17 verse 3 says like this. യോഹന്നാന്റെ സുവിശേഷം 17:3 ഇങ്ങനെ പറയുന്നു, This is the way to have eternal life. യേശു പറയുകയാണ്, നിത്യജീവനെ പ്രാപിക്കേണ്ട വഴി ഇതാണ്, To know you, Father, the only true God, and Jesus Christ, the one you sent
to earth. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. Knowing him. അതേ, കർത്താവിനെ അറിയുന്നത്. Hallelujah. Hallelujah. The Hebrew idea about knowing is knowing intimate. It's about experience and intimacy. ഈ അറിയുക എന്നുള്ള പദത്തിന്റെ എബ്രായ അർത്ഥം ഇതാണ്: വ്യക്തിപരമായി ആഴത്തിൽ അറിയുന്ന ഒരു അറിവിനെ കുറിച്ചാണ് പറയുന്നത്. Amen. For us, we know that it's about love for him and obeying him. നമുക്കറിയാം, അത് കർത്താവിനെ സ്നേഹിക്കുന്നതാണ്, കർത്താവിനെ അനുസരിക്കുന്നതാണത്. Hallelujah. Hallelujah. So eternal life is about knowing him and following him in obedience. നിത്യജീവൻ എന്ന് പറയുന്നത് കർത്താവിനെ അനുസരിക്കുകയും അവനെ അനുസരണയോടെ പിൻഗമിക്കുകയും ചെയ്യുന്നതാണ്. Hallelujah. Hallelujah. So the background of the scripture of Mark chapter 8, ഈ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് read verse 34 and 35. അതിന്റെ 34-35 വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. It says like this: Then calling the crowd to join his disciples, Jesus said. ഇവിടെ ആ പുരുഷാരത്തെ തന്റെ ശിഷ്യന്മാരുടെ അരികിലേക്ക് വിളിച്ചിട്ടാണ് യേശു പറയുന്നത്. He's telling the crowd to join with his disciples. യേശു ആ പുരുഷാരത്തോട് പറയുകയാണ്, എന്റെ ശിഷ്യന്മാരോട് കൂടെ നിങ്ങളും ചേരുവിൻ. Amen. Amen. He's telling, എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, if any of you wants to be my follower, you must turn from your selfish ways, take up your cross and follow me. അവിടെ യേശു പറയുകയാണ്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. Look at this Jesus' invitation to the crowd to join the disciples. ഈ പുരുഷാരത്തിന് യേശു കൊടുക്കുന്ന ആ ക്ഷണം ഒന്ന് നോക്കണമേ. ശിഷ്യന്മാരോട് കൂടെ ചേരുവാനായിട്ടുള്ള ഒരു ക്ഷണമാണ്. It's a message to the crowd and also to the disciples, I believe. ഇത് പുരുഷാരത്തിന് മാത്രമല്ല ശിഷ്യന്മാർക്കുമുള്ള ഒരു ആഹ്വാനമായിരുന്നു. Here Jesus lays out the cost of being a disciple. ഒരു ശിഷ്യനാകേണ്ടതിന്റെ വില എന്താണെന്ന് യേശു അവരെ പഠിപ്പിക്കുകയായിരുന്നു. Or he's telling about the cost of discipleship. അല്ലെങ്കിൽ യേശു ഒരു ശിഷ്യത്വത്തിന്റെ വില എന്താണെന്ന് അവരെ മനസ്സിലാക്കിക്കുക. First he's telling them to turn from your selfish ways. ഒന്നാമതായി യേശു പറയുകയായിരുന്നു, നിങ്ങളുടെ വ്യക്തിപരമാകുന്ന സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്ന് നിങ്ങൾ തിരിയണം എന്ന് യേശു അവരെ This is what we പഠിപ്പിച്ചു. understand. It's about repentance. അതെ, ഇതാണ് മാനസാന്തരം എന്ന് നാം മനസ്സിലാക്കുന്നത്. From changing from doing our own works and giving our future before the Lord. നമ്മുടെ സ്വന്തം കാര്യങ്ങളെ മാത്രം ചെയ്ത് അതിൽ നിന്ന് തിരിഞ്ഞിട്ട് കർത്താവിന്റെ പദ്ധതികൾക്ക് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണത്. That means we allow Jesus to determine our goals and purposes in life. അതിനർത്ഥം നമ്മുടെ ഭാവി പരിപാടികളെ കുറിച്ച്, ഉദ്ദേശങ്ങളെ കുറിച്ച് ഉള്ള തീരുമാനമെടുക്കുവാൻ യേശുവിനെ നാം അനുവദിക്കുകയാണ്. Now he become our purpose and our goal. ഇപ്പോൾ യേശുവാണ് നമ്മുടെ ലക്ഷ്യവും നമ്മുടെ ഉദ്ദേശവും എല്ലാം. Now it is his will, my will, his way is my way. ഇപ്പോൾ യേശുവിന്റെ ഹിതമാണ് എൻ്റെ ഹിതം, യേശുവിന്റെ വഴിയാണ് എൻ്റെ വഴി. Hallelujah. Hallelujah. It's not easy. ഇത് എളുപ്പമല്ല. That's what the next part says. He's asking them to take up their own cross or your cross. അതുകൊണ്ടാണ് യേശു അവരെ അടുത്തതായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുവാനായിട്ട് അത് തൻ്റെ ക്രൂശ് എടുക്കണമെന്ന്. Amen. Amen. That means to be faithful to Jesus or to follow Jesus, even in the difficult times, even if required, to the point of death. അതിനർത്ഥം യേശുവിനോട് വിശ്വസ്തനായിരിക്കണമെങ്കിൽ, അതെ, മരണം വരെ വിശ്വസ്തനായിട്ട് ഇരിക്കണമെങ്കിൽ ആ ക്രൂശ് എടുത്തേ മതിയാകും. Cross is the picture of pain, shame and even death. ക്രൂശ് നാണക്കേടിൻ്റെയും വേദനയുടെയും അതോടൊപ്പം മരണത്തിൻ്റെയും ഒരു ചിഹ്നമാണ്. So it's about turn from your own selfish ways, take up the cross and follow me. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ വിട്ട് അതിൽ നിന്ന് തിരിഞ്ഞ് ആ ക്രൂശ് എടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കുക. So to follow means it's about a continual commitment from our life. അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അത് നിരന്തരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിരന്തരം ഉണ്ടാകേണ്ട ഒരു വസ്തുതയാണ്. Hallelujah. So Hallelujah. it's all about a change of heart, repentance, turning from our selfish ways to follow him in his way, in his way. നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകേണ്ട ഒരു മാറ്റമാണ്. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞ് കർത്താവിന്റെ വഴിയെ അനുഗമിക്കുവാനുള്ള ഒരു ആഗ്രഹമാണത്. Amen. ആമേൻ. That's why if anyone is in Christ, he becomes a new creation. അതുകൊണ്ടാണ് ആരെങ്കിലും ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാണെന്ന് The പറയുന്നത്. old life is gone, a new life has begun. ആ പഴയ ജീവിതം കഴിഞ്ഞു പോയിരിക്കുന്നു, പുതുതൊന്ന് The ആരംഭിച്ചിരിക്കുകയാണ്. way we speak, the way we behave, our words, our thoughts, attitudes, actions, all become new.
നാം we are in സംസാരിക്കുകയും നാം പ്രവർത്തിക്കുകയും നാം ചിന്തിക്കുകയും ചെയ്യുന്ന എല്ലാ രീതികളും അത് പുതുതായി തീർന്നിരിക്കുകയാണ്. There is a whole change of purpose. നമ്മുടെ ഉദ്ദേശങ്ങൾക്ക് തന്നെ വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. That is a new life. അതാണ് പുതിയ ജീവിതം. Amen. Amen. We need to walk in that every day. നമ്മൾ എല്ലാ ദിവസവും അതിൽ നടന്നേ മതിയാകും. Hallelujah. Hallelujah. We need to surrender our plans, desires to Him and receive from Him His plan. നമ്മുടെ ഉദ്ദേശങ്ങളും നമ്മുടെ പരിപാടികളും കർത്താവിന് മുൻപാകെ നമ്മൾ സമർപ്പിച്ച് പകരം അവന്റെ പദ്ധതികളും അവന്റെ ഇഷ്ടങ്ങളും നാം പ്രാപിച്ചേ മതിയാകും. Amen. ആമേൻ. His thoughts are higher than our thoughts. His ways are higher than our ways. കർത്താവിന്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളെക്കാട്ടിലും മീതെയാണ്, അവന്റെ വഴികൾ നമ്മുടെ വഴികളെക്കാട്ടിലും മീതെയാണ്. Amen. Amen. That is why the same chapter in Mark chapter 8 verse 35, the next word says, if you try to hang on to your life, you will lose it. But if you give up your life for my sake and for the sake of the good news, you will save it. അതുകൊണ്ടാണ് 35-ാം വാക്യത്തിൽ പറയുന്നത്, ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, ആരെങ്കിലും എന്റെയും സുവിശേഷത്തിന്റെയും നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. Amen. Amen. That means if you try to hang on to your own life by keeping it from Jesus, you will lose it. അതിനർത്ഥം ഇതാണ്, നിങ്ങളുടെ ജീവിതങ്ങളെ നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ സൂക്ഷിച്ച് അതിനെ യേശുവിനെ സമർപ്പിക്കാതെ വെച്ചുകൊണ്ടിരുന്നാൽ അതിനെ നിങ്ങൾ വാസ്തവത്തിൽ നഷ്ടമാക്കുകയാണ്. You will lose it in the next world. അടുത്ത ലോകത്തിൽ നിങ്ങൾ ഈ ജീവനെ നഷ്ടമാക്കുവാനിടയാകും. Amen. Amen. But if you lose it to Jesus and for His cause, for the gospel, you will save it forever. എന്നാലോ നിങ്ങൾ യേശുവിന് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ നിങ്ങളുടെ ജീവനെ നഷ്ടമാക്കുവാൻ അല്ലെങ്കിൽ കളയുവാൻ തയ്യാറാണെങ്കിൽ അത് നിങ്ങൾ നിത്യമായി ഒരു നേട്ടമാക്കുകയാണ്. Amen. ആമേൻ. Can I hear an amen to that? അതിനൊരു ആമേൻ പറയാൻ കഴിയുമോ? So the summary of what we heard now, നാം ഇപ്പോൾ കേട്ടതിന്റെ ചുരുക്കം എന്ന് പറയുന്നത്, eternal life is for those who believes in Jesus, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് നിത്യജീവൻ. those who obey His Son Jesus, യേശുവിനെ അനുസരിക്കുന്നവർക്ക് വേണ്ടിയാണ് who നിത്യജീവൻ. listen to the Son, തന്റെ മകനെ കേൾക്കുന്നവർക്കാണ് നിത്യജീവൻ. to know Him തന്നെ അറിയുന്നവർക്കാണ്, and to follow Him. തന്നെ അനുഗമിക്കുന്നവർക്കാണ്. And follow means we turn from our selfish ways അനുഗമിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്ന് വഴികളിൽ നിന്ന് നാം തിരിയുന്നതാണ്. and take up the cross എന്നിട്ട് ക്രൂശ് എടുത്ത് and continually follow Him. നിരന്തരമായി യേശുവിനെ അനുഗമിക്കുന്നതാണ്. Then you receive this eternal life. അങ്ങനെയെങ്കിൽ നമുക്ക് ആ നിത്യജീവനെ സ്വീകരിക്കാൻ പ്രാപിക്കുവാൻ And I കഴിയും. hear a very good amen to that. ഇതിന് നല്ലൊരു ആമേൻ പറയാൻ കഴിയുമോ? Amen. ആമേൻ. It's not only just confessing Jesus Christ as our Lord and saying a sinner's prayer or just get baptized and attending a church. It's not only that. നമ്മൾ യേശുവിനെ ഏറ്റുപറയുകയും ഒരു പാപിയുടെ മാനസാന്തര പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും സഭയിൽ പോകുകയും ചെയ്യുന്നത് മാത്രമല്ല, It's about following Jesus അത് യേശുവിനെ നിരന്തരം അനുഗമിക്കുന്നതാണ്. as a disciple and doing His will. ഒരു ശിഷ്യനായി യേശുവിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിക്കുന്നതിലാണ്. You become word focused, not world focused. നിങ്ങൾ ലോകത്തെ ശ്രദ്ധിക്കുന്നവരല്ല, പകരം വചനത്തിന് ഊന്നൽ കൊടുക്കുന്നവരായിരിക്കും. Word of God is the will of God. ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ ഹിതം. Amen. Amen. That's what in 1 John chapter 2 verse 15 to 17. അതാണ് 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 15 മുതൽ 17 വരെ നാം കാണുന്നത്. Read along with me in the screen. അത് നിങ്ങൾ ഈ സ്ക്രീനിൽ എന്നോടൊപ്പം നിങ്ങൾ വായിക്കണമേ. Do not love this world nor the things it offers you. For when you love the world, you do not have the love of the Father in you. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. For the world offers only a craving for physical pleasure, a craving for everything we see, and pride in our achievements and possessions. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ അതാകുന്നു. These are not from the Father, but are from the world. ഇത് ലോകത്തിൽ നിന്നുള്ളതാണ്, പിതാവിൽ നിന്നുള്ളതല്ല. And the next part of the verse is, അടുത്ത വാക്യം പറയുന്നത്, and this world is fading away along with everything that people crave. മനുഷ്യർ ആഗ്രഹിക്കുന്ന എല്ലാ മോഹങ്ങളും, ലോകവും അതിന്റെ മോഹവും അത് ഒഴിഞ്ഞു പോകും. But anyone who does what pleases God
will live forever, eternal life. എന്നാലോ ദൈവ ഇഷ്ടം ചെയ്യുന്ന ഏവനും അവൻ എന്നേക്കും ഇരിക്കുമെന്ന് വചനം പറയും. Hallelujah. Hallelujah. So Jesus is here asking us to deny our own desires in order to walk in the will of God and eternal life. ഇവിടെ യേശു നമ്മളോട് പറയുകയാണ് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ അതിനെ വിട്ട് കളഞ്ഞിട്ട് യേശുവിന്റെ വഴിയെ സ്വീകരിക്കുവാനും ആ നിത്യജീവനെ പ്രാപിക്കുവാനും. Amen. Amen. It's about a heart change, a change of priorities. ഇത് നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു മാറ്റമാണ്. നമ്മുടെ മുൻഗണനാ ക്രമത്തിന് ഒരു മാറ്റം That സംഭവിക്കുകയാണ്. is the message of the gospel. ഇതാണ് സുവിശേഷത്തിന്റെ സന്ദേശം. Amen. Amen. Let's come back to Mark chapter 8 verse 34. നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 34-ലേക്ക് മടങ്ങി വരാം. Then calling the crowd to join his disciples, he said, if any of you wants to be my disciple or follower, you must turn from your selfish ways, take up your cross and follow me. പിന്നെ അവൻ പുരുഷാരത്തെയും തന്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. Amen. Amen. It's a continuous commitment. ഇത് നിരന്തരമായുള്ളൊരു പ്രതിബദ്ധതയാണ്. It's not just a one-time prayer and then living life as usual. It is about a continuous commitment. Every day take up the cross and follow him. ഇത് ഒറ്റത്തവണത്തെ ഒരു പ്രാർത്ഥന മാത്രമല്ല, പകരം ഇത് എല്ലാ ദിവസവും സംഭവിക്കേണ്ടതാണ്. എല്ലാ ദിവസവും ആ ക്രൂശ് എടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിച്ചേ മതിയാകൂ. Can I hear a good amen to that? ഇതിനൊരു ആമേൻ പറയാൻ This കഴിയുമോ? is the most important truth in the Bible. വചനത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യമാണ് ഈ തിരുവചനം. Amen. ആമേൻ. One day, a young man who had great possessions came to Jesus and asked, what shall I do to gain eternal life? ഒരിക്കലൊരു ചെറുപ്പക്കാരൻ അദ്ദേഹം യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, കർത്താവേ, ഞാൻ നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണമെന്ന്. You can read at the next chapters like Mark chapter 10 verse 17. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലൊക്കെ ഇത് നമുക്ക് വായിക്കാൻ കഴിയും. He came running to Jesus. He knelt actually before Jesus and asked this question. ആ ചെറുപ്പക്കാരൻ യേശുവിന്റെ അടുക്കലേക്ക് ഓടി വന്നു. വാസ്തവത്തിൽ യേശുവിന് മുൻപിൽ മുട്ടുകുത്തിയിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. Look at his passion, his enthusiasm. അദ്ദേഹത്തിന്റെ ആ താല്പര്യം, ആ തീക്ഷ്ണത ഒന്ന് നോക്കിയേ. Read here, Mark chapter 10 verse 17. മർക്കോസ് 10:17 ഒന്ന് വായിച്ചേ. As Jesus was starting out on his way to Jerusalem, a man came running up to him, knelt down and said, good teacher, what must I do to inherit eternal life? യേശു പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുൻപിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. Man, you don't see this kind of people here. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഇന്ന് കാണാറില്ല. Amen. Look at this, his passion. അദ്ദേഹത്തിന്റെ ആ തീക്ഷ്ണത ഒന്ന് നോക്കിയേ. And what was Jesus' reply? എന്തായിരുന്നു യേശു തന്നോട് പറഞ്ഞ മറുപടി? Why do you call me good? നിങ്ങൾ എന്തിനാണ് എന്നെ നല്ലവനെന്ന് പറയുന്നത്? Jesus asked, only God is truly good. യേശു പറയുകയാണ്, ദൈവം ഒരുവൻ മാത്രമേ നല്ലവനായിട്ടുള്ളൂ. But to answer your question, you know the commandments. ആ യേശു പറയുകയാണ്, നിന്റെ ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറയുന്നത് നിനക്ക് കൽപ്പനകൾ അറിയാമല്ലോ. You must not murder, you must not commit adultery, you must not steal, you must not testify falsely, you must not cheat anyone, honor your father and mother. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം എന്നീ കൽപ്പനകൾ നീ അറിയുന്നല്ലോ. Amen. Amen. You know what actually Jesus said was, he was telling this young man, out of the 10 commandments, the 5th to 10th, Jesus was telling. ഇവിടെ ആ 10 കൽപ്പനകളിൽ 5 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ യേശു ഇദ്ദേഹത്തോട് പറയുകയായിരുന്നു. This commandments 5 to 10 is about man's relationship with man. ഇവിടെ ഈ 5 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ എന്ന് പറയുന്നത് മനുഷ്യന് മറ്റു മനുഷ്യരോട് ഉള്ള ബന്ധത്തിലുള്ള കൽപ്പനകളാണ്. So how should we deal with the people? It's about our relationship with people. മനുഷ്യരുമായി, മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ അതെങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത് എന്നുള്ള അതിനെക്കുറിച്ച് ആസ്പദമാക്കിയുള്ള The കൽപ്പനകളാണ്. interesting thing is Jesus didn't mention the first 4 commandments that relates to God. ഇവിടെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ചുള്ള ആദ്യത്തെ 4 കൽപ്പനകൾ ഇവിടെ യേശു അതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. What is the first 4 commandments? എന്താണ് ആദ്യത്തെ 4 കൽപ്പനകൾ? You shall have no other gods before me. ഞാനല്ലാതെ മറ്റ് ദൈവം നിനക്കുണ്ടായിരിക്കരുത്. You shall not make for yourself a carved image, any likeness of anything, or you shall not bow down before
them and serve them. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, നീ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി അതിനെ സേവിക്കുകയെങ്കിലും അതിനു മുൻപിൽ കുമ്പിടുകയൊന്നും അരുത്. And you shall not take the name of our God in vain. ദൈവത്തിന്റെ നാമം വൃഥാ എടുക്കരുത്. And remember the Sabbath day to keep it holy. അതോടൊപ്പം തന്നെ ശബ്ബത്ത് നാളിനെ വിശുദ്ധമായി സൂക്ഷിപ്പാൻ നീ ഓർക്കണം. This 4 relates to God. ഈ 4 കൽപ്പനകളും അത് ദൈവവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. Jesus did not tell this young man this 4. ഈ ചെറുപ്പക്കാരനോട് യേശു ഈ കൽപ്പനകളൊന്നും പറഞ്ഞില്ല. He said the 5th to 10th. ആ 5 മുതൽ 10 വരെയുള്ള കൽപ്പനകളാണ് യേശു അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചത്. What was the reply of this young man? ഈ ചെറുപ്പക്കാരന്റെ മറുപടി എന്തായിരുന്നു? All this I keep from my youth. ഇത് ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഗുരു ഞാൻ ഇതെല്ലാം ചെയ്യുന്നതാണ്. Read verse 20. അതിന്റെ 20ാമത്തെ വാക്യം വായിച്ചു. Teacher, the man replied, I have obeyed all these commandments since I was young. Wow. യേശുവിനോട് ആ ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞത്, ഗുരു ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു. Amen. ആമേൻ. And Matthew, the gospel according to Matthew, he tells like this. മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. In Matthew 19 verse 20. മത്തായി 19:20. I have obeyed all these commandments, the young man replied. And he's telling, what else must I do? ഈ യൗവനക്കാരൻ യേശുവിനോട് പറയുകയാണ്, ഇവയൊക്കെ ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്തെന്ന് പറഞ്ഞു തരണം. Amen. ആമേൻ. He kept 5 to 10. ഈ ചെറുപ്പക്കാരൻ ആ 5 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ പ്രമാണിച്ചു. His relationship to people excellent. അദ്ദേഹം മറ്റു മനുഷ്യരുമായിട്ടുള്ള തന്റെ ബന്ധം അത് വളരെ നല്ലതായിരുന്നു. In the family he was very excellent. തന്റെ കുടുംബത്തിൽ താൻ വളരെ നല്ല മനുഷ്യനായിരുന്നു. Amen. ആമേൻ. In his dealings with people, he was man of integrity. മറ്റു മനുഷ്യരുമായിട്ട് നല്ല വ്യക്തിബന്ധത്തെ സൂക്ഷിക്കുന്നവനായിരുന്നു. Here we see that he kept all the commandments. ഇവിടെ നാം കാണുന്നു ഈ ചെറുപ്പക്കാരൻ എല്ലാ കൽപ്പനകളെയും പാലിക്കുന്നവനായിരുന്നു. Maybe that's the reason for his success. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ കാരണം പോലും ഈ കൽപ്പനകൾ അനുസരിച്ചതായിരിക്കാം. He's a man of integrity. വളരെ സത്യസന്ധനായ നല്ല മനുഷ്യനായിരുന്നു. Also we see here he was honest. നാം ഇവിടെ കാണുന്നു താൻ വളരെ സത്യസന്ധനായിരുന്നു. He was not simply saying I kept these commandments from my youth. No, he was telling the truth. അദ്ദേഹം അവിടെ വെറുതെ പറയുകയായിരുന്നില്ല ഞാൻ ബാല്യം മുതൽ ഇത് ചെയ്യുന്നു എന്ന്. അദ്ദേഹം വാസ്തവത്തിൽ സത്യം സംസാരിക്കുകയായിരുന്നു. Jesus did acknowledge that. യേശു അതിനെ അംഗീകരിക്കുകയും ചെയ്തു. He obeyed the principles of God's word like a relation to people. ദൈവവചനത്തിന്റെ മൂല്യങ്ങളെ വളരെ വിലയേറിയതായി അദ്ദേഹം കണ്ടു മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ. A very successful man, maybe in the worldly standard. ഒരുപക്ഷെ ലോകത്തിന്റെ ദൃഷ്ടിയിൽ നോക്കിയാൽ വളരെ വിജയം നേടിയ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. Successful, but no eternal life in him. അദ്ദേഹത്തിന് വിജയം നേടാൻ കഴിഞ്ഞു, പക്ഷേ നിത്യജീവനം നേടാൻ കഴിഞ്ഞില്ല. And he knew it. അദ്ദേഹത്തിന് അത് അറിയുകയും ചെയ്യാം. That's why he said, he asked this. He lacked eternal life. That's why he asked Jesus. അദ്ദേഹത്തിന് നിത്യജീവൻ ലഭ്യമായിട്ടില്ല, അതുകൊണ്ടാണ് യേശുവിന്റെ അടുക്കൽ വന്ന് അദ്ദേഹം അത് ചോദിക്കുവാനിടയായത്. Look at Jesus' response. ഇവിടെ യേശുവിന്റെ മറുപടി നോക്കണമേ. Mark 10 verse 21. മാർക്കോസിന്റെ സുവിശേഷം 10:21. Jesus looked at him, യേശു അവനെ നോക്കി, loved him and said to him, അവനെ സ്നേഹിച്ചുകൊണ്ട് അവനോട് സംസാരിച്ചു. one thing you lack, go and sell what you have and give to the poor, and you will have treasure in heaven. And come, take up the cross and follow me. യേശു അവനോട് പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. Amen. Not the first thing, Jesus loved him. ഇത് ശ്രദ്ധിക്കണമേ, ആദ്യത്തെ വചനങ്ങൾ ഇങ്ങനെയാണ്, യേശു അവനെ സ്നേഹിച്ചു. And because he loved him, he told the truth. യേശു അവനെ സ്നേഹിച്ചത് കൊണ്ടാണ് ആ ചെറുപ്പക്കാരനോട് സത്യം പറഞ്ഞത്. Today we love all of you, that's why we are telling the truth. ഇന്ന് നിങ്ങളെയും ഞങ്ങൾ സ്നേഹിച്ചുകൊണ്ട് സ്നേഹത്തോടെയാണ് ഈ സത്യം പറയുന്നത്. Jesus straightly pointed the area in his life that kept him from obeying God. That is his wealth. തൻ്റെ ജീവിതത്തിൽ ആ ദൈവത്തെ അനുസരിക്കുന്നതിൽ തന്നെ തടഞ്ഞ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്തായിരുന്നു. അതിനെ യേശു ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. Amen. ആമേൻ. One thing you lack, go and sell what you have and give to the poor, and you have treasure in heaven. And then come, take up the cross and follow me. ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് ആ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക എന്ന് യേശു പറഞ്ഞു. Amen. ആമേൻ. If actually he knew God or experienced God before
he would have done that. ഒരു പക്ഷേ ഈ ചെറുപ്പക്കാരൻ ദൈവത്തെ വാസ്തവത്തിൽ അറിയുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആ നിത്യജീവൻ എപ്പോഴേ ലഭ്യമായേനെ. Remember the verse I read before, John 17:3? ഞാൻ നേരത്തെ വായിച്ച യോഹന്നാൻ 17:3 നിങ്ങൾ ഓർക്കുന്നുവോ? This is the way to have eternal life, to know you, the one only true God, and Jesus Christ, the one you sent to earth. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. It is about knowing God intimately. യേശുവിനെ, ദൈവത്തെ ആഴത്തിൽ അറിയുന്നതാണ് So പ്രധാനം. what is the problem actually here? എന്നാൽ ഇവിടെ സംഭവിക്കുന്ന കുഴപ്പം എന്താണ്? He don't know, or he don't have a relationship with God, though he followed some Bible principles. വചനത്തിലെ ചില മൂല്യങ്ങളെ, ചില തത്വങ്ങളെ അദ്ദേഹം അനുസരിച്ചെങ്കിലും ദൈവത്തെ അറിയേണ്ടതുപോലെ ഈ ചെറുപ്പക്കാരൻ അറിഞ്ഞിരുന്നില്ല. The first 4 commandments, he has no connection with that. ഈ ആദ്യത്തെ 4 കൽപ്പനകൾ തന്റെ ജീവിതത്തിൽ ഒരു ബന്ധവുമില്ല. Amen. ആമേൻ. How can we say that? എങ്ങനെയാണ് നമുക്കത് പറയാൻ കഴിയുന്നത്? Verse 22, Mark 10:22 says, മർക്കോസ് 10:22 വായിച്ചാട്ടെ. when Jesus replied this, Bible says, this man's face fell and he went away sad, for he had many possessions. ഇവിടെ യേശുവിൻ്റെ ഈ മറുപടി കേട്ടപ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്ന് 22 പറയുന്നു. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കിൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. When Jesus said about giving, his face became sad, യേശു കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്റെ മുഖം വിഷാദത്താൽ നിറഞ്ഞു. because he had many possessions. കാരണം തനിക്ക് വളരെയധികം സമ്പത്തുണ്ടായിരുന്നു. Having many possessions is not wrong actually, വാസ്തവത്തിൽ സമ്പത്തുള്ളത് തെറ്റല്ല, but having no personal relationship with God is the problem. എന്നാലോ ദൈവവുമായിട്ട് വ്യക്തിപരമായ ബന്ധമില്ലാതിരിക്കുന്നത് ഒരു പ്രശ്നമാണ്. His heart was with the treasures of this world. ഈ ലോകത്തിലെ ആ നിക്ഷേപങ്ങളിലായിരുന്നു ഈ ചെറുപ്പക്കാരന്റെ ഹൃദയം ആകൃഷ്ടനായിരുന്നത്. Jesus said, where your treasure, there the desires of your heart will be also. യേശു പറയുവാനിടയായി നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കുമെന്ന്. So he was lacking eternal treasure. ഈ ചെറുപ്പക്കാരൻ ആ നിത്യമായ നിക്ഷേപം നഷ്ടമായിരിക്കുകയായിരുന്നു. Remember in the Matthew chapter 13, when Jesus was teaching about the kingdom of heaven, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ആ ദൈവരാജ്യത്തെക്കുറിച്ച് യേശു പഠിപ്പിച്ചത് ഓർക്കുന്നില്ലേ? 13 verse 44 to 46. 33-44 മുതൽ 46 വരെ. The kingdom of heaven is like a treasure that a man discovered hidden in a field. In his excitement, he hid it again and sold everything he owned to get enough money to buy this field. അവിടെ ഇങ്ങനെ കാണുന്ന സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ടിട്ട് മറച്ചു വെച്ചു, തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങുവാനിടയായി. When a man discovered a treasure in a field, ഒരു വയലിൽ ഒരു നിക്ഷേപമുണ്ടെന്ന്, ഒരു നിധി ഉണ്ടെന്ന് ഒരു മനുഷ്യൻ കണ്ടെത്തിയപ്പോൾ first he hid it, ആദ്യം അദ്ദേഹം ചെയ്തത് അത് മറച്ചു വെച്ചു. then he went and sold everything to buy this field. തനിക്കുള്ളതൊക്കെയും ചെന്ന് സന്തോഷത്താൽ വിറ്റു വന്ന് ഈ വയൽ വാങ്ങി. Amen. Amen. Did you get that point? നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Hallelujah. Hallelujah. Eternal life should be the highest desire and treasure. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപമോ ഏറ്റവും വലിയ വിലയേറിയ നിധി എന്ന് പറയുന്നത് നിത്യജീവനായിരിക്കണം. Our earthly possessions cannot compare with that. അതുമായി നമ്മുടെ ഭൂമിയിലെ നിക്ഷേപങ്ങളെ ഒരിക്കലും നമുക്ക് തട്ടിച്ചു നോക്കുവാൻ കഴിയില്ല. Amen. Amen. Hallelujah. Hallelujah. More than that, Jesus is our treasure. യേശുവാണ് നമ്മുടെ ഏറ്റവും വിലയേറിയ നിധി. Hallelujah. Hallelujah. Read that verse 46. It says like this. Again, the kingdom of heaven is like a merchant on the lookout for choice pearls. When he discovered a pearl of great value, he sold everything he owned and bought it. പിന്നെ നമ്മൾ കാണുന്നു 45 മുതലുള്ള വാക്യങ്ങളിൽ സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. Hallelujah. Hallelujah. He found the pearl of great value, Jesus. അതെ, ആ ഏറ്റവും വിലയേറിയ മുത്തിനെ നാം കണ്ടെത്തി. അത് യേശു തന്നെയാണ്. Hallelujah. Hallelujah. Amen. Amen. But look at this man. ഈ മനുഷ്യനെ ഒന്ന് നോക്കിയേ. His face fell.
അദ്ദേഹത്തിന്റെ ആ മുഖം He വാടുവാനിടയായി. became sad അദ്ദേഹത്തിന് ദുഃഖം തോന്നി. and he went away with sorrow. അദ്ദേഹം വളരെ വിഷാദിച്ച് ദുഃഖിതനായി തന്റെ ഭവനത്തിലേക്ക് പോയി. There is a message here. ഇവിടെ ഒരു സന്ദേശമുണ്ട്. If we die to our own agendas, ambitions, and desires, then we will never have a conflict in obeying God. നമ്മുടെ വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങളോട് നാം മരിച്ചാൽ നമുക്കൊരിക്കലും ദൈവത്തെ അനുസരിക്കുവാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. Amen. ആമേൻ. Our flesh and the desires actually pull us one way, while God's will is taking us to other way. ദൈവത്തിൻ്റെ ഹിതം നമ്മളെ മറ്റൊരിടത്തേക്ക് നയിക്കുന്ന സമയത്ത് നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങളും നമ്മുടെ ജഡവും ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് നമ്മളെ പിന്നിലേക്ക് വലിക്കുവാനിടയാകും. If we don't take up the cross daily, നാം എല്ലാ ദിവസവും ആ ക്രൂശ് എടുത്തില്ല എങ്കിൽ we will go our own way. നമ്മൾ നമ്മുടെ സ്വന്തം ബോധിച്ച രീതിയിൽ പോകുവാനിടയാകും. Amen. ആമേൻ. Many people go their own way, but still they call Jesus Lord, Lord. പലരും അവർക്ക് ബോധിച്ച രീതിയിൽ അവർ പോവുകയാണ്, എന്നിട്ടും അവർ യേശുവിനെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു. This man, his wealth was his number one. ഈ മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ സമ്പത്തായിരുന്നു അവന് ഒന്നാം സ്ഥാനം. Maybe for others it can be different other things. ചിലർക്ക് മറ്റ് കാര്യങ്ങളൊക്കെ ആകാം അവർക്ക് ഒന്നാം സ്ഥാനം. What we love the most, it will be that. നമ്മൾ എന്തിനാണോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒന്നാം Some സ്ഥാനം. people can't leave their bad habits, their old habits. ചില വ്യക്തികൾക്ക് അവരുടെ പഴയ പാപ സ്വഭാവങ്ങളെ വിടുവാൻ താല്പര്യമില്ല. Then we cannot inherit the kingdom of God. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ആ നിത്യജീവനെ അവകാശമാക്കുവാൻ കഴിയില്ല. Amen. ആമേൻ. That is what Apostle Paul reminds us in Ephesians chapter 5 verse 5. അതാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. It says like this, you can be sure that no immoral, impure or greedy person will inherit the kingdom of Christ and of God. For a greedy person is an idolater, worshipping the things of this world. അവിടെ നമ്മൾ കാണുന്നു ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അതേ, ദ്രവ്യാഗ്രഹിക്ക് അവകാശമില്ല. Amen. ആമേൻ. The things greedy people desires become their gods. ആ ദ്രവ്യാഗ്രഹി എന്തിനെയാണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന വസ്തു അവരുടെ ദൈവമായി മാറുകയാണ്. And verse 6 says, ഇവിടെ 6-ാം വാക്യത്തിൽ നാം കാണുന്നു, big reminder, വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. don't be fooled by those who try to excuse these sins, for the anger of God or judgment will fall on those who disobey him. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നത്. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Vyarthavakal means actually, some people say, they make it as an excuse. ചില വ്യക്തികൾ വ്യർത്ഥവാക്കുകൾ പറഞ്ഞിട്ട് അതൊരു ഒരു രക്ഷപ്പെടാൻ ഒരു മാർഗമായി ഉപയോഗിക്കും. Amen. We have to take the word of God seriously. നാം ദൈവവചനത്തെ വളരെ പ്രാധാന്യതയോടെ കരുതണം. The same thing is written in Colossians also. ഇത് കൊലോസ്യ ലേഖനത്തിലും ഇതേ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. Chapter 3 verse 5. 3:5. It's very easy to remember. അത് വളരെ ഓർക്കുവാൻ എളുപ്പമാണ്. Ephesians 5:5. എഫേസ്യ ലേഖനം 5:5, Colossians 3:5. കൊലോസ്യർ 3:5. Colossians says, so put to death. It's about denying your desires. Put to death the sinful earthly things lurking within you. ഇവിടെ വചനത്തിൽ പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ നിങ്ങൾ മരിപ്പിപ്പിൻ എന്ന് പറയുന്നു. Yes, have nothing to do with sexual immorality, impurity, lust and evil things. Don't be greedy, for a greedy person is an idolater, worshipping the things of this world. Because of these sins, the anger of God is coming. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, അതേ അത്യാഗ്രഹം വിഗ്രഹാരാധനയാണ്. ഇങ്ങനെയുള്ള ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. There is a judgment coming. ഒരു വലിയ ന്യായവിധി വരികയാണ്. Hallelujah. Hallelujah. Eternal life is already here. We are experiencing that by living in a relationship with Jesus. യേശുവുമായിട്ട് വ്യക്തിപരമായ ബന്ധത്തിൽ നാം ജീവിക്കുമ്പോൾ നാം ഇപ്പോഴേ ആ നിത്യജീവനെ അനുഭവിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. But we can experience the fullness when he comes, when we live with him in
the coming kingdom. എന്നാൽ ആ വരാൻ പോകുന്ന ലോകത്തിൽ യേശു മടങ്ങി വരുമ്പോഴത്തേക്ക് അത് നിത്യജീവന്റെ പൂർണ്ണതയിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയും. Let's come back to the story of that young man. ആ യൗവനക്കാരന്റെ ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. Mark 10 verse 22 says, he was sad at his word and went away sorrowful, for he had great possessions. ആ 10:22 ഇങ്ങനെ പറയുന്നു, അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കിൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. Amen. Amen. You know, the beginning, verse 17, we see that he came running to Jesus, such passion, running to Jesus, knelt and asked this question. 17-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് യേശുവിന്റെ അടുക്കിലേക്ക് വളരെ തീക്ഷ്ണതയോടെ ഓടി വന്ന് മുട്ടുകുത്തി യേശുവിനോട് ചോദിക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് നാം And when കണ്ടത്. Jesus saw that his enthusiasm and zeal, അദ്ദേഹത്തിന്റെ ആ തീക്ഷ്ണതയും ആഗ്രഹവും ഒക്കെ യേശു കണ്ടപ്പോൾ, Jesus did not say like today's gospel. ഇന്ന് കാണുന്നത് പോലുള്ള ആളുകൾ പറയുന്നത് പോലെ അല്ല യേശു അദ്ദേഹത്തിന് മറുപടി കൊടുത്തത്. Jesus did not say, all you have to do is just believe me. ആ യേശു ഇങ്ങനെ ഒരിക്കലും പറഞ്ഞില്ല, നീ ചെയ്യേണ്ട ഒറ്റ കാര്യം എന്നെ വിശ്വസിച്ചാൽ മാത്രം മതി. Believe that I am the Savior and you will receive eternal life. ഞാൻ രക്ഷകനാണെന്ന് നീ വിശ്വസിച്ചാൽ അപ്പോൾ മുതൽ നിനക്ക് നിത്യജീവൻ ലഭിക്കും. No, he didn't say like that. ഇല്ല, യേശു അങ്ങനല്ല പറഞ്ഞത്. He told the truth. യേശു സത്യം തന്നോട് പറഞ്ഞു. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. He didn't say what has become common today. ഇന്ന് സർവ്വസാധാരണമായിട്ടുള്ള രീതികളൊന്നും അല്ല യേശു He പറഞ്ഞത്. said the truth. യേശു സത്യം തന്നെ സംസാരിച്ചു. One thing, God is not against having possessions. ആ നന്മകളോ സമ്പത്തുകളോ ഉള്ളതിന് എതിരല്ല ഒരിക്കലും ദൈവം. It is about where your heart is. നിങ്ങളുടെ ഹൃദയം എവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. Love the Lord with all your heart, with all your mind, with all your soul. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പിൻ. Serve Him, worship Him. അതേ ദൈവത്തെ സേവിപ്പിൻ, അവനെ ആരാധിപ്പിൻ. Amen. ആമേൻ. Then you do good works in charity. അപ്പോൾ നിങ്ങൾക്ക് സൽപ്രവർത്തികൾ, നല്ല പ്രവർത്തികൾ ചെയ്യുവാൻ കഴിയും. Amen. ആമേൻ. Only doing good works and charity will not give eternal life. നന്മ പ്രവർത്തികളോ സൽപ്രവർത്തികളോ മാത്രം ചെയ്താൽ ഒരിക്കലും നിത്യജീവൻ ലഭിക്കുകയില്ല. First is you love Him to follow Him. ഒന്നാമതായി ദൈവത്തെ സ്നേഹിക്കുക, അവനെ അനുഗമിക്കുക. Amen. ആമേൻ. Then when you do good works, it will be like investing in the coming kingdom. അതിനുശേഷം നിങ്ങൾ നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോൾ അത് വരാൻ പോകുന്ന ലോകത്തിലേക്കുള്ള ഒരു നിക്ഷേപമായി ഇരിക്കും. Yes, you are then storing up treasures in heaven. അതെ, നിങ്ങൾ സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപങ്ങളെ സ്വരൂപിക്കുകയാണ്. Hallelujah. Hallelujah. Amen. Amen. Praise God. Amen. Amen. That's why Apostle Paul told Timothy to teach the church. അതുകൊണ്ടാണ് തിമോത്തിയോസിനോട് അപ്പോസ്തലനായ പൗലോസ് നീ ഈ വിധം സഭയിൽ പഠിപ്പിക്കണമെന്ന് പറഞ്ഞത്. In 1 Timothy chapter 6, 1 തിമോത്തിയോസ് അതിന്റെ 6-ാം അധ്യായം verse 17 to 19 says, അതിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, command those who are rich in this present age not to be haughty, not to trust in uncertain riches, but trust in the living God who gives us richly all things to enjoy. അവിടെ ഇങ്ങനെ പറയുകയാണ്, ഈ ലോകത്തിൽ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും പഠിപ്പിക്കും. Amen. Amen. Hallelujah. Hallelujah. So having possessions is not wrong. അതുകൊണ്ട് സമ്പത്തുള്ളത് ഒരിക്കലും തെറ്റല്ല. Amen. Amen. But trust in God who richly gives us everything to enjoy, but also keep our hearts holy, not to be filled with pride or arrogance or haughtiness, but to trust in God. നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ നാം ആശ്രയിക്കണം. ആ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ഹൃദയം ഒരിക്കലും നിഗളിക്കാതെ ആ ദൈവത്തിലുള്ള ആശ്രയത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. And verse 18 says, let them do good that they may be rich in good works, ready to give and willing to share. അവിടെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, അവർ സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരായി തീരട്ടെ. So that you store up for themselves, for yourselves a good foundation for the time to come, that they may hold on eternal life. അവിടെ ഇങ്ങനെ പറയുന്നു, നിങ്ങളിങ്ങനെ ഔദാര്യവും ദാനശീലവും ഉള്ളവരായി മാറിയാൽ സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കാം. Oh, hallelujah. 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 Amen. Let me close with one more story. ഞാൻ ഒരു കഥയും കൂടി പറഞ്ഞിട്ട് നിർത്തട്ടെ. One day,
someone from the crowd asked Jesus, "Teacher, tell my brother to divide the inheritance with me." ഒരിക്കൽ ആ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു മനുഷ്യൻ യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു, യേശുവേ, എൻ്റെ സഹോദരനോട് പറയണം എനിക്കുള്ള അവകാശം പകുത്തു തരുവാൻ. Amen. We can see that in Luke chapter 12. അത് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. Let's read Luke 12:13. ലൂക്കോസ് 12:13 നമുക്ക് വായിക്കാം. Someone called from the crowd actually, "Teacher, please tell my brother to divide our father's estate with me." പുരുഷാരത്തിൽ ഒരുവൻ യേശുവിനോട്, "ഗുരു, ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും" എന്ന് പറഞ്ഞു. Man, it's like we asked Jesus, Lord Jesus, we have this financial problems here. Lord, you deal with that. അത് നമ്മൾ പലപ്പോഴും യേശുവിനോട് പറയുന്ന പോലെ, യേശുവേ, ഞങ്ങൾക്ക് ഇവിടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്, അതിലേക്ക് അങ്ങൊന്ന് ഇറങ്ങി വരണമേ. We have some issues, some property issues. Lord, you deal with that. കർത്താവേ, ഞങ്ങൾക്ക് ചില പ്രോപ്പർട്ടിയുടെ വിഷയങ്ങളുണ്ട്, അതിന് കർത്താവേ അങ്ങൊന്ന് ഇടപെടണമേ. I'm not telling that we shouldn't ask Jesus. നമ്മൾ ഒരിക്കലും യേശുവിനോട് ചോദിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. should ask him. അത് തീർച്ചയായിട്ടും യേശുവിനോട് തന്നെയാ ചോദിക്കേണ്ടത്. The thing with Jesus is he knows why we are asking. എന്നാൽ യേശുവിന്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ചോദിക്കുന്നതെന്ന് യേശുവിന് നന്നായിട്ട് അറിയാം. It's like a dispute here between brothers. ഇവിടെ സഹോദരങ്ങൾ തമ്മിൽ ഒരു ഷണ്ടയ്ക്ക് കാരണമുണ്ട്. We don't see the other person here. ഇവിടെ മറ്റേ ആളിനെ നമ്മൾ കാണുന്നില്ല, ഒരു സഹോദരനെ കാണുന്നുള്ളൂ. This person on the one side is telling Jesus, "Tell my brother to divide." അദ്ദേഹം ഇവിടെ തന്റെ വശം മാത്രമാ പറയുന്നത്, യേശുവേ, എന്റെ സഹോദരനോട് അങ്ങ് കൽപ്പിക്കണം എനിക്കെല്ലാം പകുതി തരാൻ. From hearing that itself, we know there is some problem with this man. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ മനുഷ്യൻ എന്തോ കുഴപ്പമുണ്ട്. Hallelujah. But the thing is, Jesus did not actually enter into this problem. ഈ പ്രശ്നത്തിന്റെ ഇടയിലേക്ക് യേശു ഇറങ്ങി ചെന്നില്ല. Look at the reply. അടുത്ത മറുപടി ഒന്ന് നോക്കണമേ. Verse 14, Jesus replied like this. 14-ാം വാക്യത്തിൽ യേശു അവനോട് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, "Friend, who made me a judge over you to decide such things as that?" മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് പറഞ്ഞു. Amen. Instead of dealing with this issue, actually Jesus then taught a lesson on covetousness. ഈ ഒരു പ്രശ്നത്തിൽ യേശു ഇടപെടുന്നതിന് പകരം യേശു മോഹത്തെ കുറിച്ച് ഒരു കാര്യം അവിടെ പഠിപ്പിക്കുകയാണ്. Perhaps maybe this man was more driven by covetousness than justice. ഇവിടെ ഈ മനുഷ്യന് ന്യായം കിട്ടേണ്ടതിനെക്കാട്ടിലും കൂടുതൽ അദ്ദേഹത്തിന്റെ അത്യാഗ്രഹമായിരിക്കാം മുന്നിട്ട് നിന്നത്. Amen. Maybe that is why Jesus decided to teach on covetousness. അതുകൊണ്ടാണ് ഈ അത്യാഗ്രഹത്തെ കുറിച്ച് യേശു പഠിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചത്. Because Jesus can see the hearts. ഇവിടെ യേശുവിന് ഹൃദയങ്ങളെ കാണാൻ കഴിയും. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. It appear like that he wants justice, but actually it may be a matter of covetousness. ഇവിടെ ഈ മനുഷ്യന് നീതി കിട്ടണം എന്ന് നമുക്ക് തോന്നിയേക്കാം, എന്നാൽ അവിടെ ഒരു ദ്രവ്യാഗ്രഹത്തിന്റെ ഒരു വിഷയം കൂടിയുണ്ട്. That is why the next verse, chapter 12 verse 15, the next verse says, "Beware." The first word he said was beware. "Guard against every kind of greed. Life is not measured by how much you own." അതുകൊണ്ടാണ് 15-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയത്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. Amen. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. Life is not measured by how much you own or the abundance of things we possess. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത്. What a powerful message for our generation actually. നമ്മുടെ ഈ തലമുറയ്ക്കുള്ള എത്ര ശക്തിമത്തായ ഒരു സന്ദേശമാണ് യേശു ഇവിടെ പറയുന്നത്. Today, if we look around, we live in a society where life is measured or success is measured by things people possess. ഇന്ന് നാം ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ ഒരു മനുഷ്യന് എന്തൊക്കെ നന്മകളുണ്ടോ അതിനെ ആസ്പദമാക്കിയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെയോ വിജയത്തെയോ ഒക്കെ അളക്കുന്നത്. And greed is one of the main reasons for the troubles we see here in our nation, in our state. നമ്മുടെ ദേശത്ത് നമ്മുടെ രാജ്യത്ത് അത്യാഗ്രഹമാണ് നാം കാണുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നും. Not just greedy for money or possessions, but even for fame, for power. അത് പണത്തിന് വേണ്ടി മാത്രമല്ല ഈ അത്യാഗ്രഹം, പിന്നെയോ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയാണ്, പേരുയരുവാനും ഒക്കെയുള്ള ആ അത്യാഗ്രഹം ആഗ്രഹമാണ്. And those in greed will use all means
to oppress others and take advantage or exploit others. ഈ അത്യാഗ്രഹമുള്ളവർ മറ്റുള്ളവരെ എങ്ങനെയും അവരുടെ മേൽക്കൊയ്മ നേടുവാൻ, എങ്ങനെയും കാര്യം നേടുവാനായിട്ട് ശ്രമിക്കാറുമുണ്ട്. They want easy money without hard work. അവർക്ക് കഠിനാധ്വാനമില്ലാതെ വളരെ എളുപ്പത്തിൽ പണം വേണം. Greed is destructive. ഈ അത്യാഗ്രഹം അത് നാശയോഗ്യമാണ്. It is self-centered. അത് വ്യക്തി കേന്ദ്രീകൃതമാണ്. It corrupts everyone, even the rulers. അത് പലരെയും മോശക്കാരാക്കുന്നു. ഇവൻ അധികാരത്തിലുള്ളവരെ പോലും അങ്ങനെ A കരുതുവാനിടയാക്കുന്നു. greedy person is insensitive to others and he will go any extent to satisfy their own desires. ഒരു അത്യാഗ്രഹി തൻ്റെ സ്വന്തം കാര്യങ്ങളെ നേടാൻ വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറാകും. And the cure for greed is you deny yourself. ഈ അത്യാഗ്രഹത്തിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് തന്നെത്താൻ ത്യജിക്കുകയാണ്. Amen. ആമേൻ. That is why Jesus said to that the first young man and also teaching this person. അതുകൊണ്ടാണ് യേശു ആദ്യം കണ്ട ചെറുപ്പക്കാരനെ ഇത് പഠിപ്പിക്കുവാൻ ശ്രമിച്ചതും ഈ മനുഷ്യനോട് ഇങ്ങനൊരു മറുപടി പറഞ്ഞതും. Look at this man. We read the next verse, chapter 12, verse 16 onwards. He told a parable. ലൂക്കോസ് 12:16 മുതൽ യേശു അവിടെ ഒരു ഉപമ പറയുകയാണ്. No, the problem, this man came with a problem here. ഈ മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നതൊരു പ്രശ്നവുമായിട്ടാണ്. Here Jesus teaching a parable. ഇവിടെ യേശു ഒരു ഉപമയാണ് തന്നെ പഠിപ്പിക്കുന്നത്. A rich man had a fertile farm that produced fine crops. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഭൂമി നന്നായി വിളഞ്ഞ കിടക്കുകയായിരുന്നു. And verse 17, he said to himself, what should I do? I don't have room for all my crops. അപ്പോൾ അവൻ ഞാൻ എന്ത് ചെയ്യേണ്ടു, എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. Then he said, I know, I will tear down my barns and build bigger ones. Then I will have enough and more room to store all my wheat and other goods. പിന്നെ ആ മനുഷ്യൻ അവൻ തന്നോട് തന്നെ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും, എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. And then he, verse 19, I will sit back and say to myself, see the self. He's telling, I will sit back and I will sell to myself, my friend. He's telling to himself, my ഇവിടെ നമ്മൾ friend. നോക്കണേ, ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം സ്വയത്തോട് തന്നോട് തന്നെ ഇത് പറയുകയാണ്. ആ സ്വയം അവിടെ മുന്നിട്ട് നിൽക്കുന്നു. I will sit back and say to myself, my friend, you have enough stored away for years to come. Now take it easy, eat, drink and be merry. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയും, നിനക്ക് ഏറെ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും എന്നവിടെ കാണുന്നു. Look at the signs of the end times. ഈ അന്ത്യനാളിന്റെ ലക്ഷണങ്ങൾ അവിടെ നോക്കിയേ. In the last days, difficult, perilous times will come. അന്ത്യനാളിൽ വളരെ ദുഷ്കരമായ സമയം വരും. Then he said, Paul said to Timothy, people will be lovers of themselves, lovers of pleasure. പൗലോസ് തിമത്തിയോസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അവിടെ മനുഷ്യർ സ്വസ്നേഹികളാകും, അവർ ഈ ലോകത്തിലെ കാര്യങ്ങളെ സ്നേഹിക്കുവാൻ തുടങ്ങും. Let's come back to verse 20. ഇതിന്റെ 20-ാം വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. God said to him, എന്നാലോ ഇതൊക്കെ കണ്ടിട്ട് ആ മനുഷ്യനോട് ദൈവം പറഞ്ഞത് എന്താണ്? you fool, you will die this very night. Then who will get everything you worked for? മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് ദൈവം പറഞ്ഞു. He was making big plans. ഈ മനുഷ്യൻ വലിയ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുകയാണ്. One thing people need to know, that our plans will not work. We need to submit to God's plan. ഇന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്, നമ്മുടെ പദ്ധതികൾ അത് വിജയിക്കുകയില്ല, പകരം ദൈവത്തിന്റെ പദ്ധതികൾക്കായി അതിനു മുൻപാകെ നമ്മെ തന്നെ നാം സമർപ്പിക്കണം. Verse 21, yes, a person is a fool to store up earthly wealth but not have a rich relationship with God. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു എന്നവിടെ പറയുന്നു. That is the lesson Jesus was teaching. ഇതാണ് യേശു പഠിപ്പിച്ച പാഠം എന്ന് പറയുന്നത്. This man was a fool not because he was rich, but because he lived without any awareness of and preparation for eternity. ഈ മനുഷ്യൻ താൻ സമ്പന്നനായിരുന്നത് കൊണ്ടല്ല ദൈവം അവനെ മൂടാ എന്ന് വിളിച്ചത്, പകരം നിത്യജീവനെ കുറിച്ച് ഒരറിവുമില്ലാതെ താൻ ജീവിച്ചത് കൊണ്ടാണ്. Amen. Amen. No awareness and even no preparation for eternity. ആ നിത്യജീവനെ കുറിച്ച് ഒരു അറിവുമില്ല, അതോടൊപ്പം അതിനുവേണ്ടി ഒരു ഒരുക്കവും താൻ എടുത്തില്ല. This man
was laying up treasures only for himself. ഈ മനുഷ്യൻ തനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ നിക്ഷേപങ്ങളെ Was കൂട്ടിവെക്കുകയായിരുന്നു. not rich toward God. അവൻ ദൈവവിഷയത്തെ സംബന്ധിച്ച് He സമ്പന്നനായിരുന്നില്ല. didn't think of eternity. അവൻ നിത്യജീവനെ കുറിച്ച് ചിന്തിച്ചത് പോലുമില്ല. That's why Jesus then turned to the disciples and said the next words. എന്നിട്ട് യേശു ഇതൊക്കെ പറഞ്ഞിട്ട് തന്റെ ശിഷ്യന്മാരിലേക്ക് തിരിഞ്ഞിട്ടാണ് അടുത്ത കാര്യങ്ങൾ പറയുന്നത്. Read verse 22. അതിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ. Then turning to his disciples, Jesus said, "This is why I tell you not to worry about everyday life, whether you have enough food to eat or enough clothes to wear." എന്നിട്ട് താൻ തൻ്റെ ശിഷ്യന്മാരോട് തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, ആകയാൽ എന്ത് തിന്നും എന്ന് ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. So he was teaching greed first. അവിടെ ഒന്നാമത് യേശുവോട് അത്യാഗ്രഹത്തെ കുറിച്ച് Then പഠിപ്പിക്കുകയായിരുന്നു. now he's teaching about worry. ഇപ്പോൾ യേശു കർത്താവ് ആകുലപ്പെടുന്നതിനെ കുറിച്ച്, ഭാരപ്പെടുന്നതിനെ കുറിച്ച് പറയുക. This greed and worry are closely connected. ഈ അത്യാഗ്രഹവും ആകുലതയും അത് വളരെയധികം ബന്ധപ്പെട്ടതാണ്. Greed can never get enough, and worry is afraid it will never have enough. ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാലും മതിയാകില്ല. അതേ സമയത്ത് ആകുലത ഒരു ഭയമാണ്, എത്ര കിട്ടിയാലും തികയുമോ എന്നുള്ളൊരു ഭയം. Neither have their eyes on Jesus. ഇതിന് രണ്ടിനും, ദ്രവ്യാഗ്രഹത്തിനും ആകുലതയ്ക്കും യേശുവിലേക്ക് ഒരിക്കലും ദൃഷ്ടി പതിപ്പിക്കുവാൻ കഴിയില്ല. So Jesus' warning against greed is followed by a teaching about living in dependence to God. ഇവിടെ ഈ ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് മുന്നറിയിപ്പ് യേശു കൊടുക്കുമ്പോൾ തന്നെ ദൈവത്തിൽ ആശ്രയിക്കേണ്ട, അങ്ങനെ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ് യേശു. Amen. Amen. He was telling the disciples to focus on God's kingdom and his purposes in this world than being obsessed with possessions. ഈ ലോകത്തിലെ സമ്പത്തിൽ മാത്രം ശ്രദ്ധയൂന്നാതെ പകരം ദൈവ വിഷയത്തിലും ദൈവരാജ്യത്തിലും ശ്രദ്ധ പതിപ്പിക്കുവാൻ യേശു അവരെ പഠിപ്പിക്കുവാനിടയായി. Amen. ആമേൻ. We can be unfaithful to God by greed and also by worries. നമുക്ക് ആകുലത ഉണ്ടെങ്കിലും അതേ സമയത്ത് ദ്രവ്യാഗ്രഹം ഉണ്ടെങ്കിലും ദൈവത്തോട് അവിശ്വസ്തരായി ജീവിക്കുവാൻ കഴിയും. Amen. Hallelujah. Verse 23. 23-ാമത്തെ വാക്യം. Jesus is telling, for life is more than food and your body is more than clothing. യേശുവോടെ പഠിപ്പിക്കുകയാണ്, ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. Look at the ravens. കാക്കയെ നിങ്ങൾ നോക്കുവിൻ. They don't plant or harvest or store food in barns, for God feeds them. And you are far more valuable to him than any birds. കാക്കയെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിന് പാണ്ഡികശാലയും കളപ്പുരയും ഇല്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. പറവജാതിയേക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവർ. No, actually ravens are they are actually unclean animals in the Old Testament. നമ്മൾ കാണുന്നു പഴയ നിയമത്തിൽ അശുദ്ധമായ ജീവികളിൽ ഒന്നാണ് ഈ കാക്കകൾ. Yet God cared for them. എന്നിട്ടും ദൈവം അവരെ പുലർത്തുന്നു. How much more we his people. അങ്ങനെയെങ്കിൽ തന്റെ ജനമായ നമുക്ക് എത്ര അധികം ദൈവം കരുതും. Hallelujah. ഹല്ലേലൂയ. Let us trust in him. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. Let us give our full dependence on him. നമ്മുടെ പൂർണ്ണ ആശ്രയം ദൈവത്തിൽ Look തന്നെയായിരിക്കും. at the lilies and how they grow. അതെ, ആ വയലിലെ താമരയെ നോക്കുവിൻ, അവരെ എങ്ങനെ വളരുന്നു എന്ന് നോക്കിയാട്ടെ. They don't work or make their clothing, yet Solomon in all his glory was not dressed as beautiful as they are. വയലിലെ താമര അത് എങ്ങനെ വളരുന്നുവെന്ന് വിചാരിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സകല മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Solomon was one of the richest king who lived during that time. ആ കാലത്ത് ജീവിച്ച ഏറ്റവും സമ്പന്നരിൽ ഒരുവനായിരുന്നു ശലോമോൻ രാജാവ്. What the Lord is telling us, എന്നാൽ ദൈവം എന്താ നമ്മളോട് പറയുന്നത്? he can provide for us. ദൈവത്തിന് കരുതുവാൻ കഴിയും. He can clothe us. ദൈവം നമ്മളെ പുലർത്തുന്നവനാണ്. He cares for us. അതെ, ദൈവം നമ്മളെ കരുതുന്നവൻ. He is mindful of us. അവന്റെ മനസ്സ് മുഴുവനും നമ്മളെ He loves us. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. We just need to simply trust in him. നാം അവനിൽ ആശ്രയിക്കുക മാത്രം വേണ്ടു. Verse 30 says, 30-ാമത്തെ വാക്യം ഇങ്ങനെ these പറയുന്നു, things dominates the thoughts of unbelievers all over the world, but your Father already knows your needs. ഈ വക ചിന്തകളാണ് ലോകജാതികളുടെ മനസ്സിൽ മുഴുവനും. എന്നാൽ നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. Amen. Amen. Hallelujah. Hallelujah. We are God's people. അതെ, നാം ദൈവത്തിന്റെ ജനമാണ്. Covenanted people. നമ്മൾ ആ ഉടമ്പടി പ്രകാരമുള്ള മക്കളാണ്. Amen. Amen. His promise is faithful. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അത് വിശ്വസ്തമാണ്. Amen. Amen. He has promised us to keep us till the end. അതെ, അന്ത്യത്തോളം നമ്മളെ നോക്കാമെന്ന് പുലർത്താമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. What we need to do now is നാം ചെയ്യേണ്ടത് verse 31.
31-ാമത്തെ വാക്യം. Seek first his kingdom and his righteousness, his ways, and all these things, everything you need, he will supply. അവന്റെ രാജ്യം അന്വേഷിപ്പിൻ, അതോടുകൂടി നിങ്ങൾക്ക് ഇതൊക്കെയും കിട്ടുമെന്ന് വചനം പറയുന്നു. Amen. ആമേൻ. Pursue his purpose in this world. അതെ, ദൈവത്തിന്റെ പദ്ധതികളെ, ആ ഇഷ്ടത്തെ നമ്മൾ പിന്തുടരുക ഈ ലോകത്തിൽ. Submit to his authority. തന്റെ അധികാരത്തിനായി നമ്മളെ തന്നെ സമർപ്പിപ്പിൻ. He is the real treasure. അതെ, യഥാർത്ഥ നിക്ഷേപം എന്ന് പറയുന്ന ദൈവമാണ്. Amen. ആമേൻ. And he has promised to give us eternal life. കർത്താവ് നമുക്ക് നിത്യജീവനെ നൽകുവാൻ ഉറപ്പും തന്നിട്ടുണ്ട്. Amen. ആമേൻ. Eternal life is the greatest treasure, the blessing that God has promised us. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ നിക്ഷേപം ആ നിത്യജീവനാണ്. Amen. ആമേൻ. So take care of this verse. അതുകൊണ്ട് ഈ വചനത്തെ നമ്മൾ ശ്രദ്ധിക്കണമേ. My dear people of God, എൻ്റെ പ്രിയ ദൈവജനമേ, where you spend your eternity, make sure you know where you are going. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നും നിങ്ങളുടെ നിത്യത എവിടെയാണ് ചെലവഴിക്കുന്നതെന്നും എൻ്റെ പ്രിയ ദൈവജനമേ നിങ്ങൾ ഉറപ്പാക്കണമേ. What do you benefit if you gain the whole world but lose your own soul? നിങ്ങൾ സകല ലോകത്തെയും നേടി നിങ്ങളുടെ പ്രാണനെ നഷ്ടമാക്കിയാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം? My dear people of God, എൻ്റെ പ്രിയ ദൈവജനമേ, eternal life is the greatest gift anyone can receive. നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ദാനമാണ് നിത്യജീവൻ. It is worth more than all the earthly worldly possessions. അത് ഈ ലോകത്തിലെ സകല സമ്പത്തിനെക്കാട്ടിലും വിലയേറിയതാണ്. And Jesus is the author of it. അത് യേശുവാണത് നൽകുന്നവൻ. It's about having a relationship with Jesus, the life of God. അത് യേശുവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ച് ആ ദൈവം നൽകുന്ന ജീവിതത്തിൽ ജീവിക്കുന്നതാണ്. Having an intimate relationship with Jesus here on earth and also a life forever with him. ഈ ഭൂമിയിൽ യേശുവിനോടൊപ്പം ഒരു ബന്ധത്തിൽ നാം ജീവിക്കുന്നതും അതോടൊപ്പം തന്നെ ആ നിത്യതയിൽ വരാൻ പോകുന്ന ലോകത്തിൽ കർത്താവിനോടൊപ്പം ജീവിക്കുന്നതുമാണ് ഈ നിത്യജീവൻ. There is a cost for that. അതിനൊരു വില നൽകിയേ മതിയാകൂ. It is to follow him, take up the cross daily, deny our selfish ways and follow him. തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് യേശുവിനെ എല്ലാ ദിവസവും നാം അനുഗമിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. That means we need to die to our agendas, our ambitions, our plans and our desires. അതിനർത്ഥം നമ്മുടെ വ്യക്തി താല്പര്യങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളോടും നാം മരിക്കണം. നമ്മൾ അതിനെയൊക്കെ വിട്ടുകളയുവാൻ തയ്യാറാകണം. It's also about overcoming greed and worry by trusting in him. അത്യാഗ്രഹവും ആകുലതയും അതിനെ നമ്മൾ ജയിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാനിടയാകണം. Amen. ആമേൻ. You can live like that. അത് നമുക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയും. Make Jesus your Lord and your Savior. യേശുവിനെ നിങ്ങളുടെ രക്ഷകനും കർത്താവുമാക്കി തീർക്കുക. Amen. ആമേൻ. Make him your Lord. നിങ്ങളുടെ കർത്താവായി യേശുവിനെ ആകുവാൻ സമ്മതിക്കുക. Have a relationship with Jesus. യേശുവുമായി ഒരു വ്യക്തിബന്ധത്തിൽ ജീവിക്കുക. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Read and feed on God's word. ദൈവവചനത്തെ ഭക്ഷിപ്പിൻ, അതിൽ ജീവിപ്പിൻ. Take time to meditate upon it day and night. രാവും പകലും ഈ വചനത്തെ ധ്യാനിക്കുവാൻ സമയം കണ്ടെത്തുക. Pray over it. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. Turn from our sinful or selfish ways. നമ്മുടെ സ്വാർത്ഥ വഴികളിൽ നിന്ന്, പാപ വഴികളിൽ നിന്ന് മനം തിരിയുക. Embrace his will, his ways. ദൈവത്തിന്റെ വഴികൾ, ദൈവത്തിന്റെ ഹിതം എന്താണോ അതിനെ പുണരുക. Seek first his kingdom and his righteousness. മുൻപേ അവന്റെ രാജ്യവും നീതിയും നാം അന്വേഷിപ്പിൻ. Then he will take us safely into his heavenly kingdom. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആ ഹിതത്തിലേക്ക്, ദൈവത്തിന്റെ നിത്യതയിലേക്ക് നമ്മളെ അവൻ കൊണ്ടുചെല്ലും. Amen. ആമേൻ. Can I hear a good amen to that? അതിന് നല്ലൊരു ആമേൻ പറയാമോ? Hallelujah. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും എങ്ങനെ നമ്മൾ ഒരുക്കപ്പെടണമെന്നാണ് പാസ്റ്റർ ബി നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇന്നും നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവദാസൻ ശക്തമായും വ്യക്തമായിട്ടാണ് നമ്മുടെ നിത്യതയെക്കുറിച്ചും നമ്മൾ എങ്ങനെ ഒരുങ്ങണമെന്നെക്കുറിച്ച് ദൈവദാസൻ പഠിപ്പിച്ചു. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഈ ദിവസങ്ങളിൽ, ഈ ആഴ്ചകളിലെല്ലാം നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ നിത്യത നഷ്ടപ്പെടുത്താതെ അതിന് എങ്ങനെ നിങ്ങൾ ഒരുങ്ങണമെന്ന് നിങ്ങളിന്ന് കേട്ടു. അത് നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ അത് നിങ്ങൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ആ വലിയവനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കാം. നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാം.
കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഇന്നത്തെ കർത്താവെ വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ. നീ ഞങ്ങളോട് കർത്താവെ, അങ്ങയുടെ കർത്താവെ ആ സ്നേഹത്തെക്കുറിച്ച് നീ സംസാരിച്ചല്ലോപ്പാ, നിത്യതയെക്കുറിച്ച് സംസാരിച്ചല്ലോ. ഞങ്ങളുടെ കർത്താവ് ക്രിസ്ത്യ ജീവിതത്തിൽ ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ നിത്യജീവന് വേണ്ടി ഞങ്ങൾ ഒരുക്കപ്പെടണം, അത് നഷ്ടപ്പെടാതെ അത് കാത്തുകൊണ്ട് ഈ കർത്താവ് ഭൗമികമായ ഈ ജീവിതത്തിൽ കർത്താവെ, ഈ ലോകത്തിൻ്റെ ഇൻപങ്ങളിലേക്ക് ഞങ്ങളുടെ കർത്താവ് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ കർത്താവെ ഞങ്ങളുടെ നിത്യതയിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് കർത്താവ് പറഞ്ഞു തന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങാനും കർത്താവ് അതിനുവേണ്ടി കർത്താവെ പ്രാർത്ഥിക്കുവാനും കർത്താവെ നിന്റെ ഹിതത്തിൽ നിൽക്കുവാൻ തക്കവണ്ണം കർത്താവെ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവെ. എല്ലാ ലോകത്തിൻ്റെതായ കർത്താവ് വ്യാകുലതകളും കർത്താവ് ചിന്തകളെല്ലാം വെടിഞ്ഞുകൊണ്ട് അങ്ങയുടെ പാദപീഠത്തിൽ ഇരുന്ന് ഒരുങ്ങുവാൻ തക്കവണ്ണം കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ ഈ ഞായറാഴ്ച പകൽ കർത്താവ് ഈ ആരാധനയിൽ പങ്കെടുത്ത എല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്വർഗീയ നന്മകൾ കൊണ്ട് കർത്താവ് നിറച്ചാട്ടെ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ആശീർവാദത്തിന് വേണ്ടി നമ്മൾ തലകളെ വണക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിൻ്റെ കൃപയും നമ്മളെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ ഇന്നും എന്നും നമ്മോട് കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഷലോം. See what I want. No, I want to see. No, you always see. Today I will see. Daniel, Ma, again you both are going to fight, no? Fighting for the remote. Then you see. I'm gonna pray. Daniel, come and sit here. You think you can hear your prayers like this? In Matthew 5, you know what it is said? It is said that if brothers fight and then if you're going to keep a sacrifice for Jesus or going to pray, Jesus is not going to hear your prayers. So, brothers should love each other first and then go into God's presence. So what are you supposed to tell each other now? Sorry, Ma. No problem. Okay. Very good. This is how good boys should be. Good brothers should be. You should love. Brothers, sisters, all should love each other. Okay? Did you understand? Good boys. So children, are you all ready for today's junior church session? So after the praise and worship, let's go for the class. So are you all ready? All of us, let's say together. Oh, yes. Come on now, let's open up the book. Come on now and take a good long look and see God has given us all we need to be free. It's about you. It's about me. It's about the truth that sets us free. It's about L-O-V-E, love from the Father up above. It's about hope. It's
Let us pray. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഒരു നല്ല ദിവസം തന്നെ വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവെ COVID-19 വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുറേ രോഗികളാണെങ്കിൽ കൂടി വരുവാണ്. പോസിറ്റീവ് ടെസ്റ്റ് ചെയ്യണം കർത്താവെ. കർത്താവെ അതല്ല നെഗറ്റീവ് ടെസ്റ്റ് ചെയ്യണം കർത്താവെ. കർത്താവെ അത് കുറഞ്ഞു വരട്ടെ കർത്താവ് COVID-19. ഞാനാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ് ടീച്ചേഴ്സ് അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവ്. അവരുടെ മേൽ വിസ്ഡം വെക്കണം കർത്താവ്. കർത്താവ് ഞാൻ സ്റ്റുഡൻസിന് വേണ്ടി പ്രാർത്ഥന കേൾക്കണം. അവർക്ക് ചില കണക്ടിവിറ്റി ഇഷ്യൂ ഒക്കെ ഉണ്ട് കർത്താവെ. അതൊക്കെ ഒന്ന് മാറണം കർത്താവെ. കർത്താവ് ദൂരെയുള്ള ഗ്രാമങ്ങളുടെ കുട്ടികൾക്കൊന്നും ഗാഡ്ജറ്റ്സ് ഇല്ല കർത്താവെ. അവർ ഗവൺമെൻറ് സ്കൂളിലായിരിക്കും പഠിക്കണം, എന്നാലും അവർക്ക് ഗാഡ്ജറ്റ്സ് ഇല്ല കർത്താവെ. കർത്താവെ എക്സാംസിന് വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവെ. കർത്താവെ ഞങ്ങൾ ഓൺലൈൻ വരെ കാണുന്ന പുതിയ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന കർത്താവെ. കർത്താവിന് പാസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവ് ജൂനിയർ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവ് പുതിയ കുട്ടികൾ അവിടെ ചേർന്ന് വരട്ടെ കർത്താവ് നിന്നെ അറിയാൻ. കർത്താവ് ടീച്ചേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ജൂനിയർ ചർച്ചിനുള്ള. കർത്താവ് അവരുടെ മേൽ വിസ്ഡം കൊടുക്കണം, ഞങ്ങളെ മുന്നോട്ട് ലീഡ് ചെയ്യാൻ വിസ്ഡം കൊടുക്കണം കർത്താവ്. ജീസസ് നെയിം വി പ്രേ, ആമേൻ. In the beginning, God made the heavens. And on the 6th day, God made Adam and then he made Eve. Adam and Eve had 2 sons. The first one was Cain and the second one was Abel. Now, Cain and Abel were brothers. Now, Abel was a shepherd. He loved looking after all his sheep and all his flocks. Now, Cain was a farmer. So he had all kinds of fruits and vegetables and rice and wheat and grain, you name it, he had all of it. Now one day they went to sacrifice to the Lord. They take their best sacrifice. Now Abel takes his best sheep, his fat, his healthy sheep. And Cain, he takes his vegetables and fruits in a basket. And he thinks to himself, oh, ദൈവത്തിന് എൻ്റെ ഫ്രൂട്ട്സും എൻ്റെ പൈസയും എൻ്റെ വെജിറ്റബിൾസും ഒക്കെ ദൈവത്തിന് വേണ്ട, ഇവൻ പോകുന്നുണ്ട് ഞാനും അങ്ങ് പോയി കൊടുത്തേക്കാം. Thinking that, he went to sacrifice to the Lord. Now they went through the field singing, rejoice in the Lord always, and again I say rejoice. Rejoice in the Lord always, and again I say rejoice. They were singing and joyfully they're going to sacrifice to the Lord. And now God was so happy that Cain and Abel were bringing sacrifice to him. God was so pleased and accepted Abel's sacrifice, but he was so displeased at Cain's sacrifice. He rejected Cain's sacrifice. Now seeing this, Cain was so angry at Abel. So Cain asked Abel, okay Abel, let's go have some fun. Come, let's go out and chill and come. But on the way, Cain was so angry that Cain killed his brother Abel. So just as Dothanti told us at the start, that in Matthew 5 verse 22 it says that whoever is angry with his brother will be judged by God. You know, anger can lead to killing. If you're angry, it can even cause you to murder someone. So Cain kept thinking in his heart, annalum devam avante sacrifice accept cheyidilla enda cheyidillo. He was so jealous about Abel. We also have siblings, we have parents, we have teachers, and sometimes we are so angry at them, we are so jealous at them, right? ഈ ടീച്ചർ എങ്ങനെയെങ്കിലും ഒന്ന് ക്ലാസ് എടുത്ത് വേഗം ഒന്ന് ഇറങ്ങി പോകോ, ഈ പപ്പ അമ്മ ഒന്ന് നിർത്തുക എന്നോട് ഇങ്ങനെ ഹോംവർക്ക് ചെയ്യ്, റൂം ക്ലീൻ ആക്കുന്ന പറയാൻ. When your friend is gifted with new things, you're sometimes jealous. And that's natural to happen. And just as Merlin Chichi taught us last week about how Joseph forgave his brothers, we have to forgive the people around us. We need to forgive our parents, our teachers, our friends, your siblings, whomever. Because God will not hear you when you don't forgive. God shuts his ears, God shuts his eyes, and God even shuts his mouth. He may not even speak to you if you don't forgive. ആ ദേഷ്യം ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക, എന്നാലും അന്ന് he told me that, എന്നാലും അന്ന് അവൾ എന്നോട് അത് ചെയ്തല്ലോ, അന്ന് ഓർത്തിരിക്കുമ്പം God will not listen to us.
So what do we need to do? We need to forgive and love. Jesus loved us, right? Jesus loved us as his own. So we have to love others. We shouldn't be like Cain, who was so angry and jealous at Abel. But we need to be so much full of love and forgive those around us. Annale, God will answer your prayers. It's hard, absolutely it's hard. But God will give you the grace to forgive. You forgive, you give up. It's okay. Even if I fail, even if I'm losing in front of that person, it's okay, I'm giving it up. I'll forgive and I love that person. Because why? Because God loves me. Because Jesus loves me. Jesus loves that other person. So I need to love him. Cain was so angry at Abel because he had no love. Love is the center of it all. Now let's get to the memory verse. 1 Peter chapter 4 verse 8. Above all, love one another deeply, because love covers over a multitude of sins. So close your eyes, we're going to pray now. Father, in the name of Jesus, we thank you for this day. Thank you that we could learn about Cain and Abel, the young heroes of the Bible, Lord. Help us to forgive. Help us not to be jealous, but to love the people around us, Lord. Father, we don't want you to shut your ears. We don't want you to shut your eyes nor your mouth to our prayers, oh Father. We want you to answer them. For that, we know that we have to forgive, and help us to forgive, oh Lord. We bless our parents. We bless our teachers. We bless all the family members, and we bless all our friends, Lord. And I pray that we will have a blessed week, Lord. Thank you for listening to our prayers. We love you, Jesus, with all our heart. In Jesus' name we pray, and everyone said, Amen. Amen. So, we won't be having Junior Church next week because it's the first week of the month. But we're going to see you all the week after that. So, get excited. We're going to learn more about the heroes of the Bible. So, until then, see you. Bye-bye. God bless you. And you are precious for Jesus.